പ്രിയമുള്ളവരെ, വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിന് നമ്മൾ സാക്ഷിയാവുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി ചേരിതല അനന്താവൂർ മഹല്ല് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ എത്തിച്ചേരും. മഹല്ല് നിവാസികൾക്ക് ഏറെ സന്തോഷകരമായ ഒരു ദിനം കൂടിയാണ്. കുറുമ്പത്തൂർ മഹല്ല് മുത്തവല്ലി അനന്താവൂർ ജുമാ മസ്ജിദ് ഉദ്ഘാടന സദസ്സിലേക്ക് കടന്നു വരികയാണ്. കുറുമ്പത്തൂർ മഹല്ല് നിന്നുള്ള അനന്താവൂർ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനത്തിലേക്ക് കടന്നു വരികയാണ്. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. ബഹുമാനപ്പെട്ട അനന്താവൂർ മഹല്ല് നിവാസികളുടെ സന്തോഷകരമായ ഈ മുഹൂർത്തത്തിന് അതിർത്തി പ്രദേശത്തെ മഹല്ല് എന്ന നിലക്ക് ബഹുമാനപ്പെട്ട കുറുമ്പത്തൂർ മഹല്ല് ജമാഅത്തിന്റെ മുത്തവല്ലി EP കുഞ്ഞിപ്പയും പ്രിയപ്പെട്ട പ്രസിഡന്റ് EP സയ്യിദ് അലി ഹാജി, അതുപോലെ തന്നെ സെക്രട്ടറി, മറ്റ് ഭാരവാഹികൾ, കാരണവന്മാരെല്ലാവരും ചേർന്ന് ഈ സുന്ദര മുഹൂർത്തത്തിന് പങ്കാളികളാകുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടെ വന്നിരിക്കുകയാണ്. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പുണ്യം നിറഞ്ഞ ഈ ദിനത്തിൽ ഈ പുണ്യം നിറഞ്ഞ വളരെ മനോഹരമായി ഭംഗിയായി പണി പൂർത്തീകരിച്ച ഈ മഹല്ലിന്റെ പവിത്രമായ മസ്ജിദിൽ ഒത്തുചേരാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിന് സ്തുതി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണമെന്നും നമ്മുടെ ഈ ബന്ധം ലോകാവസാനം വരെ നിലനിർത്തുന്ന ഒരു ബന്ധമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം കുറുമ്പത്തൂർ മഹല്ലിന്റെ ഭാഗമായി ഞങ്ങൾ നിങ്ങൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് എത്തിച്ചേർന്നതാണ്. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിന് നമ്മൾ സാക്ഷിയാവുകയാണ്. നമ്മുടെ പള്ളിയുടെ ഔപചാരികമായ ഉദ്ഘാടനം കർമ്മം നടക്കാൻ ഏതാനും സമയം മാത്രമേ ഉള്ളൂ. നമ്മുടെ അതിർത്തി മഹല്ലായ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കുറുമ്പത്തൂർ മഹല്ലിൽ നിന്നുള്ള അവരുടെ സ്നേഹവായ്പ് പ്രകടിപ്പിക്കാൻ ഇവിടെ എത്തിയതാണ്. അവരെല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ മഹല്ലിന് വേണ്ടി, അനന്താവൂർ മഹല്ലിന് വേണ്ടി എല്ലാവരെയും ആർദവമായിട്ട് സ്വാഗതം ചെയ്യും. അതുപോലെ നമ്മുടെ പള്ളിയുടെ പ്രൊജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്ത എഞ്ചിനീയറുമായി നമുക്കൊന്ന് പങ്കുവെക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ കുളപ്പുറം. എത്ര വർഷമായിട്ട് നവോദയ തുടങ്ങിയിട്ട്? ഇത് ഈ പള്ളി തുടങ്ങിയിട്ട് പിന്നെ ഒരു 3 വർഷത്തിന് മുകളിലായി. അതിൻ്റെ ഇടയ്ക്ക് കൊറോണ അതൊക്കെ വന്നതുകൊണ്ട് ഒരു താമസിച്ചു പോയി. നേരത്തെ ചെയ്യേണ്ടായിരുന്നു. അതിനു മുമ്പ് ഞാൻ കുറുമ്പത്തൂർ പള്ളി ചെയ്തിരുന്നു. ആ പള്ളി ചെയ്യുന്നു. ഇപ്പൊ ഇത് എന്റെ 295ാമത്തെ പ്രോജക്റ്റാണ്. 295ാമത്തെ പള്ളിയാണിത്. ടോട്ടല് 300 പള്ളി ചെയ്തു. നിലവിൽ എവിടെയെങ്കിലും പള്ളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇപ്പൊ ഇവിടെ നിലമ്പൂരുണ്ട്, വയനാടുണ്ട്, കോഴിക്കോടുണ്ട്, പല പള്ളികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പള്ളികള് ഈ 300 തേച്ചു. നിലമ്പൂരത്താണ് ലാസ്റ്റ്. അപ്പോ ഈ പള്ളിയുടെ കുറിച്ചിട്ട് ഒരു മൊത്തത്തില് പള്ളി പിന്നെ ഞാൻ ആദ്യം പിന്നെ തിരുരങ്ങാടി പള്ളി ചെയ്തിരുന്നു. അത് കണ്ടിട്ടാണ് എനിക്ക് കുടുംബത്തിലത്തെ ആൾക്കാരെൻ്റെ അടുത്ത് വന്ന് അന്വേഷിച്ചത്. അപ്പൊ ആ പള്ളി കഴിഞ്ഞപ്പോ അതിന്റെ പിന്നെ മുത്തവല്ലിയായ കുഞ്ഞിപ്പ എന്നെ വിളിച്ചിട്ട് ഒരു അനന്താവൂർ പള്ളി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. പിന്നെ വളരെ നല്ല സഹകരിക്കുന്ന ആളുകളായതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിനും പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. എന്റെ ഫുൾ അഭിപ്രായത്തിൽ യാതൊരു വ്യത്യാസം വരുത്തിയില്ല. നാട്ടുകാരുടെയും കമ്മിറ്റിക്കാരുടെയും സഹകരണത്തോട് കൂടി നല്ല സഹകരണമായിരുന്നു. കമ്മിറ്റിക്കാരെല്ലാം കൂടെ ചെയ്തിരുന്നു. നല്ല സഹകരണമായിരുന്നു. പള്ളി ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ അപ്പൊ പഴയ പള്ളി നിലവിൽ നിർത്തിക്കൊണ്ട് അത് കുറച്ച് ഭാഗം പൊളിച്ച് റിനോവേറ്റ് ചെയ്യാം. പുതിയ പള്ളിയല്ല. ഓക്കെ, താങ്ക് യു. കാര്യമായിട്ട് ഈ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിനീതാണ്. ഇവരൊക്കെ മറ്റ് ടീം അംഗങ്ങളാണ് ഈ കമ്പനിയുടെ. പക്ഷേ ഈ പ്രോജക്റ്റിൽ കാര്യമായിട്ടും വർക്ക് ചെയ്തിട്ടുള്ളത് വിനീത് എന്ന എഞ്ചിനീയറാണ്. രാവും പകലില്ലാതെ നന്നായിട്ട് ഇത് നോക്കി നടത്തി. എനിക്ക് വല്ലപ്പോഴും വന്നാലും
അതിൻ്റെ അസിസ്റ്റന്റ് ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ വിനീതിനോട് താങ്ക്സ് അറിയിക്കുകയാണ്. ചേരിരാൽ മദ്രസ സദർ ഉസ്താദ് നമ്മളോട് 2 വാക്ക് സംസാരിക്കും. അതിൻ്റെ കൂടെ ഇബ്രാഹിം മുസ്ലിയാരും. ഉസ്താദ്, നമുക്ക് ഈ പള്ളിയെ കുറിച്ച് 2 വാക്ക് ഒന്ന് സംസാരിച്ചൂടെ? അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിലാണ് ഈ നാട്ടുകാർ. വളരെ കാലത്തൊരു ആവേശം, ഒരു അഭിലാഷം പൂവണിയാണ്. അൽഹംദുലില്ലാ, വളരെ നല്ല നിലക്കുള്ളൊരു നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കാൻ പോകുന്ന ഈ ധന്യമായ മുഹൂർത്തമാണ്. വളരെയധികം അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ കൂടെ ദീർഘകാലം ഖത്തീബായിരുന്ന അസീസ് ഫൈസി നമ്മുടെ കൂടെ ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അനന്താവൂർ ജുമാഅത്ത് പള്ളിയുടെ പുനർനിർമ്മാണം കഴിഞ്ഞ് വിപുലീകരണ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷമുള്ള ഉദ്ഘാടന വേളയിലാണ് ഈ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അൽഹംദുലില്ലാ, വളരെ പഴക്കമുള്ള, വളരെ പാരമ്പര്യമുള്ള ഒരു മഹല്ലാണ് നമ്മുടെ അനന്താവൂർ ജുമാ മസ്ജിദ് എന്ന് പറയുന്നത്. പ്രഗത്ഭരായ ഒരുപാട് മഹാന്മാർ. ഇന്ന് നമുക്ക് ഏറെ സന്തോഷം ഉള്ള ദിവസമാണ്. നമ്മുടെ 4.5 വർഷക്കാലമായി നമ്മുടെ മസ്ജിദിൻ്റെ പണി തുടങ്ങിയിട്ട് ഇന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ നമുക്കായി തുറന്നു വരികയാണ്. ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നാടിൻ്റെ ഒരുപാട് കാലത്തൊരു ആഗ്രഹമാണ് ഇന്നിവിടെ പോകാനുള്ളത്. അതൊക്കെ നമ്മുടെ കുറേ കാലമായിട്ടുള്ള ആഗ്രഹം പോകാൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവരും തങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഞങ്ങളിപ്പോൾ തങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പരിപാടിയും എല്ലാം റെഡിയാണ്. തങ്ങൾ വന്ന് റെഫറിൽ ഒപ്റ്റായി കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കും. എല്ലാ കാര്യങ്ങളും റെഡിയാണ്. ഏറ്റവും സന്തോഷകരമായ ഒരു സുദിനത്തിലാണ് ഇന്ന് അനന്താവൂർ നിവാസികൾ 4-5 വർഷമായി തുടങ്ങി വെച്ച പള്ളിയുടെ പണി പൂർത്തീകരിച്ച് ഇന്ന് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാന്യനായ നമ്മുടെ ഖാദി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ്. ഈ സുദിനത്തിൽ എല്ലാവർക്കും ഇതുമായി സഹകരിച്ച എല്ലാവർക്കും മഹല്ല് കമ്മിറ്റിയുടെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എല്ലാവർക്കും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മോട് സംസാരിക്കാൻ പോകുന്നത് ആദവനാട് പഞ്ചായത്ത് 17ാം വാർഡ് മെമ്പർ MC ഇബ്രാഹിം കാക്കയാണ്. ഇബ്രാഹിം കാക്ക, 2 വാക്ക് നമ്മളെ പള്ളിയെ കുറിച്ച് ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ വരുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ തങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ ഏതാനും നിമിഷം ഇവിടെ എത്തും. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമായ ദിവസമാണ് ഇന്ന്. എല്ലാ കടപ്പാടും അറിയിക്കുന്നു. അനന്താവൂർ ജുമാ മസ്ജിദിന്റെ മുൻകാല മുദരീസ് ഇസ്മായിൽ ബാഫക്കി കടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സഹൃദയരായ സത്യവിശ്വാസികളെ, ചേറൂറാൽ പഴയ ജുമാഅത്ത് പള്ളി പൊളിച്ച് തൽസ്ഥാനത്ത് വളരെ വിശാലമായ ഒരു പള്ളിയാണ് നാട്ടുകാർ ഏവരുടെയും സഹായ സഹകരണത്തോടുകൂടെ ഇവിടെ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. ഈ നാടിൻ്റെ അഭിമാനമായ ഈ മഹത്തായ ജുമാഅത്ത് പള്ളിയുടെ ഉദ്ഘാടന കർമ്മം ഇൻഷാ അല്ലാഹ് അസ്ർ നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ മഹല്ലിൻ്റെ ഖാദി സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ബർക്കത്താക്കപ്പെട്ട കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. ഈ സദുദ്യമത്തിൽ നാട്ടുകാരായ ആബാലവൃദ്ധം ജനങ്ങളും പങ്കെടുത്ത ആശാവഹമായ ഒരു സന്ദർഭമാണിത്. അള്ളാഹു ഈ പള്ളി നിർമ്മിച്ച
ഇതിൻ്റെ എല്ലാ ശില്പികൾക്കും പങ്കെടുത്ത സഹായികൾക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, അനന്താവൂർ ജുമാ മസ്ജിദ് അതിൻ്റെ നവീകരിച്ച് പണികളൊക്കെ ഏറെക്കുറെ പൂർത്തിയായി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലാണ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അൽഹംദുലില്ലാഹ് അസ്ർ നിസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് അതിനെ ഉദ്ഘാടനക്രമം നിർവഹിക്കുക. വളരെ സന്തോഷത്തിലാണ് ഞങ്ങളെ മഹല്ലത്തിലെ എല്ലാവരും. അനന്താവൂർ മഹല്ല് മാത്രമല്ല, പരിസര മഹല്ലുകളിലുള്ള കുറുമ്പത്തൂര്, ചെനപ്പുറം, അതുപോലെയുള്ള മറ്റു മഹല്ലുകളിലൊക്കെ ഉള്ള ആളുകൾ വളരെ സന്തോഷത്തിൽ വലിയ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു പഴയ കാല മഹല്ലത്താണ് അനന്താവൂർ മഹല്ല്. വളരെ നവീകരിച്ച് വളരെ വിപുലമായ രൂപത്തിൽ അതിൻ്റെ 90% ചെലവുകൾ എടുത്തിട്ടുള്ളത് ഈ നാട്ടുകാരുടെ സ്വന്തം കാശാണ്. അതാണ് വളരെ റാഹത്ത്. എല്ലാവരും അവരവർ റാഹത്തോടുകൂടെ വളരെ ആഘോഷഭരിതമായ രീതിയിലാണ് ഞങ്ങൾ ഈ മഹത്തായ പരിപാടി നടത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സംരംഭം വിജയിപ്പിക്കട്ടെ. ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് അനന്താവൂർ മുദരീസ് മുഹമ്മദ് അലി ദാരിമി ഉസ്താദാണ്. മുൻകാല മുദരീസ് അബൂബക്കർ ദാരിമി നമ്മോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ അനന്താവൂര് ജുമാഅത്ത് പള്ളി എന്ന് പറയുന്ന ഈ പള്ളി ഒട്ടനേകം മഹാന്മാരായ പണ്ഡിതന്മാരുടെ പാദസ്പർശനമേറ്റ ഒരു മഹത്തായ പള്ളിയാണ്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പള്ളി ധാരാളം പണ്ഡിതന്മാരെ വാർത്തെടുത്ത ഒരു പള്ളിയാണ്. അനന്താവൂർ വീരാൻകുട്ടി മുസ്ലിയാരെ പോലെയുള്ള പ്രഗത്ഭമതികളായ മഹാപണ്ഡിതന്മാർ ഈ പള്ളിയിൽ പരിശുദ്ധ ദീനിൻ്റെ ഖിദ്മത്തിലായിട്ട് സേവനം ചെയ്യുകയും അവരുടെ ശിഷ്യഗണങ്ങളായിട്ട് ഏതാനും നിമിഷങ്ങൾക്കകം അനന്താവൂർ ജുമാ മസ്ജിദിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മഹല്ല് ഖാദി സാദിഖ് അലി ശിഹാബ് തങ്ങൾ ദിലീപേട്ടാ കഴിഞ്ഞല്ലോ. തിരുനാവായ പഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ നാസറായ പള്ളി. ഒരുപാട് പാരമ്പര്യമുള്ള നമ്മുടെ മഹല്ല ആണിത്. ഇത് പുതുക്കി പണിതതാണ്. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിന് എല്ലാവിധ ആശംസകളും. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനന്താവൂർ മഹല്ല് പരിസരത്ത് എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ
ലേശം രീതിയിൽ നിന്നാൽ നിങ്ങളെ കമ്മിറ്റിക്കാർക്ക് എല്ലാവർക്കും അവിടെ നിൽക്കാം. ഉസ്താദ്മാരാണ് അവിടെ തിരക്കൊന്നും ചാവി വരെ കൊടുക്കുന്നു പണി അയച്ചു വിളിക്കണതാ എല്ലാരും വരാതെ ഒഴികെ തോണി ഉൾപ്പെട്ട വരാതെ ഉൾപ്പെടെ അവരുടെ ഇതുകൊണ്ട് ഈ ഭാഗമാണ് അല്ലേ? ആ വരാത്ത ഒഴികെ ഈ ഭാഗം പിന്നിലുള്ള ആ ചെരുവ് വടക്ക് വശത്തുള്ള വരാന്ത വടക്ക് വശത്തുള്ള ഇപ്പോൾ ചേർത്തപ്പെട്ടില്ല. വടക്ക് വശത്തെ വരാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വഴിയായി ഞാൻ പ്രാർത്ഥന ചെയ്യുന്നു. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة الله أكبر الله أكبر لا إله إلا الله.
الله أكبر. الله أكبر. الله أكبر. الله أكبر. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يحزنهم الفزع الأكبر وتتلقاهم الملائكة هذا يومكم الذي كنتم توعدون. يوم نطوي السماء كطي السجل للكتب كما بدأنا أول خلق نعيد للعالمين. صدق الله العظيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله. ആദരണീയനായ ഈ ഉമ്മത്തിന്റെ നായകൻ നമ്മുടെ ബഹുമാന്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ, പ്രിയപ്പെട്ട മുദരിസ്, പ്രിയപ്പെട്ട മുഹമ്മദ് അലി ദാരിമി അവർകളെ, മുൻ മുദരിസ് പ്രിയപ്പെട്ട അസീസ് ഫൈസി അവർകളെ, അതുപോലെ തന്നെ നമ്മുടെ മുൻ മുദരിസായിരുന്ന ഇസ്മായിൽ ബാക്കവി അവർകളെ, ആദരണീയനായ കുഞ്ഞുമോൻ തങ്ങൾ അവർകളെ, വിവിധ മഹല്ല് ജമാഅത്തുകളെ പ്രതിനിധീകരിച്ച് ഈ സദസ്സിൽ സന്നിഹിതമായിട്ടുള്ള കുറുമ്പത്തൂർ മഹലിന്റെ ബഹുമാന്യനായ മുത്തവല്ലി പ്രിയപ്പെട്ട കുഞ്ഞിക്ക സാഹിബ്, പ്രസിഡന്റ് പ്രിയപ്പെട്ട സയ്യിദ് അലി ഹാജി, സെക്രട്ടറി പ്രിയപ്പെട്ട സയ്യിദ് അലി പറമ്പിൽ സയ്യിദ് അലി ഹാജി, അതോടൊപ്പം തന്നെ ജനപ്പുറം മഹലിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട ഹംസ സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ മുൻ മുദരിസായിരുന്ന പ്രിയപ്പെട്ട MT അബൂബക്കർ ദാരിമി അവർകളെ, ജനപ്പുറം മഹലിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട റഹീം, പ്രസിഡന്റ് ഹംസ ഹാജി, ചെരൂർ മഹലിന്റെ പ്രസിഡന്റ് ബാപ്പു ഹാജി ഉൾപ്പെടെ, അതുപോലെ തന്നെ ബഹുമാന്യനായ RD ഉസ്താദ്, അങ്ങനെ പണ്ഡിതന്മാരും, അതുപോലെ തന്നെ എൻ്റെ ബഹുമാന്യനായ മുഹമ്മദ് അലി സാഹിബ് ഉൾപ്പെടെ വളരെ ധന്യമായ ഒരു സദസ്സാണിത്. എൻ്റെ മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, അതുപോലെ തന്നെ വിവിധ മഹല്ലുകളിൽ നിന്ന് വന്നവർ, കുണ്ടഞ്ചിന മഹല്ലിൽ നിന്ന് വന്നവരുണ്ട്, കന്മന മഹല്ലിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട മുഹമ്മദ് ഉണ്ണിയുണ്ട്, ഇങ്ങനെ ജനപ്പുറം മഹല്ലിന്റെ പ്രസിഡന്റ് അബു സാഹിബ്, ഇങ്ങനെ എല്ലാ മഹല്ലിൽ നിന്നും നമ്മുടെ മഹല്ല് നിവാസികളും എല്ലാവരും സന്നിഹിതമായ ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷിയായത്. ഈ മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു മഹല്ലാണ്. ബഹുമാനിയായ മഹദി മണ്ടയാപ്പുറത്ത് ഫാത്തുമ്മ ഹജ്ജമ എന്നവർ വാക്കാൽ വഖഫ് ചെയ്ത ഒരു ഭൂമിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. അതിനുശേഷം
ഇതിന്റെ സാന്നിധ്യം വഹിച്ച് ഒരുപാട് മഹാരഥന്മാർ ഇതിന്റെ പരിപാലനത്തിനായി ഒരുയേറെ ത്യാഗങ്ങൾ സഹിച്ചു. ബഹുമാനനായ കൊട്ടമണക്കാട്ടെ കുഞ്ഞീൻ ഹാജിയും ആലിങ്ങൽ അവറാൻ ഹാജിയും ആയപ്പള്ളി അവറാൻ ഹാജിയും അതേപോലെ തന്നെ മലയങ്കോടൻ രായിപ്പാപ്പയും അങ്ങനെ ഒരുപാട് ആളുകൾ, ചങ്ങരഞ്ചോല സൂഫി സാഹിബ്, ഇതിനെ തൊട്ടടുത്തുള്ള ഭൂമി ആദ്യമായിട്ട് ഇതിലേക്ക് വഖഫ് ചെയ്തത് ചങ്ങരഞ്ചോല സൂഫി സാഹിബാണ്, സൂഫി ഹാജിയാണ്. അങ്ങനെ ഒരുപാട് മഹത്തുക്കൾ അവരുടെ ത്യാഗത്തിന്റെ, ഇന്നലെകളുടെ ത്യാഗത്തിന്റെ ഒരു വലിയ കഥ ഈ മഹലിനുണ്ട്. ഇതിന്റെ പഴയ ആധാരങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാ പള്ളികളിലും വന്ന പോലെ ദർശനം നടത്താനും മറ്റൊക്കെയായിട്ട് അവർ അവരുടെ ഭൂമിയും മറ്റുമെല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് ഇന്ന് ഈ പരുവത്തിലെത്തി നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് 3 നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഈ പള്ളി സാക്ഷിയായിട്ടുണ്ട്. ആദ്യമായിട്ട് ഉള്ള നവീകരണത്തിന് ശേഷം പിന്നീട് സൈദൽ വിഹാജി പ്രസിഡന്റായ സമയത്ത് ഒരു 40 വർഷങ്ങൾക്ക് മുമ്പാണ് പിന്നീട് പൂർണ്ണമായിട്ടും അന്നത്തെ ഏറ്റവും നല്ല ഒരു മനോഹരമായ പള്ളിയായിരുന്നു ഇത്. ഇപ്പോൾ കാലത്തിനനുസൃതമായ മാറ്റങ്ങളൊക്കെ വരുത്തി ഇപ്പോൾ നവീകരിച്ചിരിക്കുക ഈ മഹല്ലില്. ഇതിന്റെ ഏറെ സന്തോഷകരമെന്ന് പറയുന്നത് ഇതിലെല്ലാം ഈ നാട്ടുകാരുടെ 90% ഈ നാട്ടിലെ സാധാരണക്കാരായ നല്ല മനുഷ്യരുടെ അള്ളാഹുവിനോടുള്ള മുഹബത്ത്, അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ വിശ്വാസം അവർ നൽകിയ മഹാദാനമാണ് ഈ പള്ളി ഇന്ന് കാണുന്ന ഈ മനോഹാരിതയെന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. അവരെത്രമേൽ ഞങ്ങൾക്കറിയാം, വളരെ ചുരുങ്ങിയ ബജറ്റിൽ തുടങ്ങിയ ഒന്നായിരുന്നു. പക്ഷെ അതിങ്ങനെ വലുതായി ഈ രീതിയിലെത്തി. അങ്ങനെ നവീകരിക്കുമ്പോൾ ഞങ്ങൾ ആദ്യമായി കണ്ടെത്തിയത് ഇതിനാരെ ചുമതലപ്പെടുത്തുന്നത്. കുറുമ്പത്തൂർ പള്ളിയുടെ പണി കഴിപ്പിച്ചിരുന്നത് അരവിക്കുട്ടി എഞ്ചിനീയറായിരുന്നു. അപ്പൊ അങ്ങനെ പല ചർച്ചകൾ ഇവിടെ നടന്നു. നിർമ്മാണ കമ്മിറ്റി ചേർന്നു, പള്ളി കമ്മിറ്റി ചേർന്നു. അങ്ങനെ ചേർന്നപ്പോൾ ആദ്യം അവർ പറഞ്ഞത്, എല്ലാവരും കൂടി ഒരു വാക്ക് പറഞ്ഞത്, നമുക്ക് അരവിക്കുട്ടി സാറെ ഏൽപ്പിക്കാം. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിട്ട് പ്രിയപ്പെട്ട വിനീതുണ്ട് അവിടെ. അവരെയൊക്കെ ഞാൻ വളരെ ആർത്തവപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നിഷ്ഠമുണ്ട്. അങ്ങനെ നമ്മൾക്ക് ഇതിന്റെ ഓരോ ഘട്ടത്തിലും ഇതിനായിട്ട് ത്യാഗം ചെയ്തവർ, ഇന്നലെകള്. അപ്പൊ അവരുടെയൊക്കെ സംഭാവനകൾ അരവിക്കുട്ടി സാറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കഴിഞ്ഞ രാത്രിയിലും ഞങ്ങളോടൊപ്പമായിരുന്നു. രാത്രിയുടെ ഈ സമയത്തും അദ്ദേഹത്തിന് ഉറക്കില്ലായിരുന്നു. ശരിക്കും തന്റെ പണിയുടെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി അദ്ദേഹം അത്രമാത്രം വലിയൊരു എഫേർട്ട് അദ്ദേഹവും വിനീതും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് കൽപ്പണി നടത്തിയ പ്രിയപ്പെട്ട ഹംസ സാഹിബ്, അദ്ദേഹത്തിന്റെ കൺസ്ട്രക്ഷൻ വർക്ക്, അദ്ദേഹം ഒരുപക്ഷെ നഷ്ടമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 19 നമ്മുടെ പണി തുടങ്ങുന്നത്. കൊറോണയാണ്, പിന്നെ പ്രതിസന്ധികളാണ് ഉണ്ടായത്. നമുക്കെല്ലാവർക്കും വലിയ പ്രതിസന്ധി രാജ്യത്തുണ്ടായി, നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി പ്രതിസന്ധി ഉണ്ടായി. ആ പ്രതിസന്ധികളൊക്കെ മറികടന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മനോഹരമായിട്ട് നിർമ്മിക്കാൻ സാധ്യമായത്. അപ്പം അന്ന് ഹംസ സാഹിബ് ആ നഷ്ടമൊക്കെ സഹിച്ചുകൊണ്ടും, പള്ളിയല്ല ഞാൻ എന്ത് രീതിയിലാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് തന്നെ എഴുതി ഒപ്പിട്ട കരാർ ഞാൻ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് അതിന്റെ പൂർണ്ണമായിട്ട് അതിന്റെ വർക്കുകൾ ചെയ്തു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഷെഫീഖ് എന്ന മുത്തു, ഞാൻ പ്രത്യേകം പറയുകയാണ്, ഞങ്ങൾ ആരും എത്തിയില്ലെങ്കിൽ ഇവിടെ എല്ലാം നനക്കണം മുത്തു എന്ന് പറഞ്ഞാൽ മുത്തു എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതായത് ആ നനയും എല്ലാ കാര്യങ്ങളും ഇപ്പോഴും അല്ല, അവസാന നിമിഷം വരെ. അതുപോലെ തന്നെ അതിന്റെ ആശാരി വർക്കെടുത്ത പ്രിയപ്പെട്ട കുട്ടൻ മണി, എന്റെ കട്ടിലയും വാതിലും ഒക്കെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇന്ത്യയുടെ വർക്കെടുത്ത മിർഷപ്പ്, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി വർക്കെടുത്ത പ്രിയപ്പെട്ട താജുദ്ദീൻ. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇതിന്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങളോട് സഹകരിച്ചു. അതോടൊപ്പം തന്നെ ഈ വേദിയിൽ പ്രിയപ്പെട്ട നാലാപ്പാട്ട് ദിലീപുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛനാണ് ഈ തൊട്ടു മുമ്പിലുള്ള സ്ഥലം, നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടായി ഉപയോഗിക്കുന്ന സ്ഥലം, പള്ളിയിലേക്ക് അന്ന് ഞങ്ങൾക്കൊരു വിലക്ക് തന്നതാണെങ്കിലും കുറഞ്ഞ വില വാങ്ങി ഞങ്ങൾക്കൊരു പള്ളിയിലേക്കുള്ള ദാനം പോലെ ഞങ്ങൾക്ക് തന്നത് അദ്ദേഹത്തെയും ഈ സദസ്സിൽ പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ കൂടുതൽ നീട്ടിപ്പരത്തി പറയാൻ സമയമില്ല. അതന്നെ ഞാൻ തങ്ങളവർക്ക് കോഴിക്കോട് മറ്റൊരു പരിപാടി ഉള്ളത് കൊണ്ട്
ഞാൻ നിർത്തുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, പ്രിയപ്പെട്ട എല്ലാവരും, ക്ഷണിച്ചവരെല്ലാവരും വന്നിട്ട് കൊണ്ടഞ്ചന്റെ മഹലിൽ നിന്നുള്ള എല്ലാവരും ഉണ്ട്. എല്ലാവരെയും, നിങ്ങളുടെ നാട്ടുകാരെ എല്ലാവരെയും വളരെ ആദരവോട്, വളരെ സ്നേഹത്തോട് ആരുടെങ്കിലും പേര് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ ആളുകളും ഓരോരുത്തരായി കറണ്ട് ചെയ്ത താജുദ്ദീന് ഉൾപ്പെടെ എല്ലാവരെയും, ഇലക്ട്രിസിറ്റി വർക്ക്, അങ്ങനെ ഓരോ വർക്കുകളിലെത്താൻ പിന്നെ പ്രിയപ്പെട്ട അനീഷ്, ടൈൽ വർക്ക് ചെയ്ത അനീഷ, അവരൊക്കെ സ്വന്തം വീട് പോലെ അത്രയും സൂക്ഷ്മമായിട്ട് ഇതിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. അവരൊക്കെ മുമ്പ് എഴുതിയ ആ റേറ്റിന്, കോട്ട് ചെയ്ത റേറ്റിനാണ് പണികളൊക്കെ പൂർത്തീകരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു എല്ലാവരുടെയും നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട തങ്ങളവരുകളെ ആദരപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ ആദരവോട്, വളരെ സ്നേഹത്തോടു കൂടി, അദ്ദേഹത്തിന് ആഫിയത്തോടു കൂടി ദീർഘായുസ് ഈ ഉമ്മത്തിനെ നയിക്കാൻ ദീർഘകാലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഇത് പരിശുദ്ധ റമദാൻ മാസത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും നല്ല സുന്ദരമായിട്ടുള്ള റമദാൻ സമ്മാനമായിട്ടുള്ള അല്ലാഹുവിന്റെ ഒരു ഹദിയായിട്ട് കൂടി നമുക്ക് ഇതിനെ കാണാവുന്നതാണ്. അല്ലാഹു ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബദ്ദിലനാ റമദാൻ കഴിഞ്ഞ റജബ് മാസം മുതൽ നമ്മൾ അല്ലാഹുവിനോട് വേർന്നുകൊണ്ടിരിക്കുന്നു. വേളകളിൽ വേണ്ടാത്ത സമയത്തൊക്കെ റമദാനിനെ അത്രമാത്രം ഒരുക്കങ്ങളോടെയാണ് വിശ്വാസ സമൂഹം കാണുന്നത്. ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു സന്ധ്യാനേരത്ത് മാസപ്പിറവി കണ്ടിട്ട് അങ്ങോട്ട് നമ്മൾ പ്രവേശിക്കുകയല്ല. വിശുദ്ധ പ്രവാസിനോട് ചരിയുന്നതായിരുന്നു. അതുകൊണ്ട് റജബ് റമദാനിലെ നോമ്പനുഷ്ഠാനം, തറാവീഹ് അടക്കമുള്ള ദീർഘമായിട്ടുള്ള നമസ്കാരങ്ങൾ, പാരായണങ്ങൾ, കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ, നല്ല വാക്കുകൾ, ഇവയിലൂടെയൊക്കെ പരിശുദ്ധ റമദാനിലെ പുണ്യങ്ങളൊക്കെ അസ്തമാക്കുവാൻ ഇവിടെ ഈ പള്ളിയുടെ ചരിത്രം പറഞ്ഞ വലിയ സന്തോഷമുണ്ട്. മത സൗഹാർദ്ദത്തിന്റെ ഒരു ചരിത്രം ഈ പള്ളിക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ദിലീപിന്റെ അച്ഛൻ അവരാണ് ഇതിനൊരു സ്ഥലത്തിന് ചുരുങ്ങിയ വിലക്കാണെങ്കിലും അത് പള്ളിക്ക് സൗകര്യപ്രദമായ രീതിയിൽ നൽകിയത് അറിയാൻ കഴിയും. നമ്മൾ നമ്മുടെ മലബാറിലും, പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇതര സമൂഹങ്ങളുടെ കൂടി സൗഹൃദപരമായിട്ടുള്ള സമീപനങ്ങൾ പള്ളിയുടെ നിർമ്മാണങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ കോട്ടക്കല് നമ്മുടെ വൈദ്യര് PS വാര്യർ അവരുടെ അകാലത്ത് പാലപ്പുഴ പള്ളിയിൽ പള്ളിപ്പണി നടക്കുമ്പോൾ വാര്യർ അവിടെ എത്തുന്നു. വാര്യർ ചോദിച്ചു എന്താണ് വേണ്ടത്, എന്താ സഹായം ഇതിനൊക്കെ വേണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്രേ, പൊന്നാനി പള്ളിയിലുള്ളത് പോലെ നമുക്കൊരു ഞങ്ങൾക്ക് ഇത് വേണം, മെമ്പർ വേണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അത് ഏറ്റെടുത്തു. അദ്ദേഹം എന്നിട്ട് ചെയ്തെന്താണ്, അന്ന് പൊന്നാനി വളരെ പ്രശസ്തമായുള്ള പ്രദേശമാണ്. മലബാറിലെ രണ്ടാം മക്ക എന്നറിയപ്പെട്ടിരുന്ന പൊന്നാനി. അപ്പൊ ആ പൊന്നാനിയിലെ ജുമാഅത്ത് പള്ളി, ആ ജുമാഅത്ത് പള്ളിയിലെ മെമ്പർ, ആ മെമ്പർ അദ്ദേഹം പോയി നോക്കുന്നു, അവിടെ ആശാരിമാരെ എത്തിക്കുന്നു. അതേ രൂപത്തിലുള്ള മെമ്പർ പണി കഴിച്ചുകൊണ്ട് പാലപ്പുറം പള്ളിയിലേക്ക് അത് നൽകുകയാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹോദര്യം അത് തന്നെയാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ നന്മയും. തങ്ങള് കാര്യങ്ങളൊക്കെ വഹിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം ഫറൂഖിലൊരു പള്ളി ഇരിക്കേണ്ടതാണ്. ഇപ്പോൾ അത് കുറച്ച് വൈഫായ സ്ഥലമാണ്. അപ്പൊ അതിന്റെ ആൾക്കാരൊന്നും പറഞ്ഞപ്പോൾ നമ്മുടെ പാലക്കാട് വിവരം കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചത്. അപ്പൊ ആ പള്ളിയിൽ ഞാൻ യാദൃശ്ചികമായി നിസ്കാരത്തിന് എത്തിയപ്പോൾ ഈ മെമ്പർ അവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളെ അന്വേഷിച്ചപ്പോൾ പാണക്കാടുള്ള പള്ളി മെമ്പറാണ്. എന്റെ പാപ്പ ആ മെമ്പറിനെ ചാരി എപ്പോഴും ഇരിക്കാറുള്ളതാണ്. അപ്പോൾ നമ്മള് ഓർമ്മിച്ചു പോയി. അപ്പൊ ആ ഒരു ഓർമ്മ ഈ മെമ്പറായിട്ടപ്പോഴും ഉണ്ടായി. മാത്രമല്ല ഈ മെമ്പർ എന്നൊക്കെ പറയുന്നത് ഈ പള്ളിയൊക്കെ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ്. കാരണം അന്ന് ബംഗാളികളോ ആസാമികളോ ഒന്നുമല്ല, അത് നമ്മുടെ നാട്ടിലെ അത് ശരി അന്നത്തെ കാലത്ത് അത്രയും വലിയ ഒരു പ്രയത്നങ്ങൾ ഇതിനു വേണ്ടി ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അത് ഇതര മതസ്ഥരും നമ്മുടെ പള്ളിയുടെ നിർമ്മാണത്തിനൊക്കെ വേണ്ടി അവരുടെ കായികമായിട്ടുള്ള, അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ തന്നെ അന്നും പ്രയോഗിച്ച് അതിലൊക്കെ ഒരു ഉദാഹരണമായിട്ട് ഇതിനെ കാണാൻ പറ്റും.
ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ ഇത് തന്നെയാണ് പള്ളി നമുക്ക് നൽകുന്ന സന്ദേശം. അള്ളാഹുവിന്റെ ഭവനങ്ങളാണല്ലോ പള്ളി. അള്ളാഹുവിന്റെ ഭവനം എന്ന് പറയുമ്പോൾ ആ പള്ളി അള്ളാഹുവിന്റെ സംസ്കാരത്തിന്റെ കേന്ദ്രമാണ്. ഓരോരുത്തരുടെ വീടുകള് ആ വീട്ടുകാരുടെ സംസ്കാരം ഉണ്ടാകും. ഇത് അള്ളാഹുവിന്റെ വീടാണ്. അള്ളാഹുവിന്റെ സംസ്കാരം ഇന്നദ്ദീന ഇൻദല്ലാഹി ഇസ്ലാം, ഇസ്ലാമിന്റെ സംസ്കാരം സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും മസ്ലഹത്തിന്റെയും സംസ്കാരമാണ്. കൂട്ടായ്മയുടെ സംസ്കാരമാണ്. ചേർന്നിരിപ്പിന്റെ സംസ്കാരമാണ്. ആ സംസ്കാരം അത് സമൂഹത്തിൽ നൽകുന്ന സന്ദേശവും വലിയ സന്ദേശമാണ്. സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, സഹിഷ്ണുതയുടെ സന്ദേശമാണ്. ആ പരിശുദ്ധ ദീനിന്റെ അത് മനസ്സ വാച കർമ്മണ അതിന്റെ വക്താക്കളും പ്രയാക്താക്കളുമായി ജീവിച്ചുകൊണ്ട് ഉസ്വത്തുൻ ഹസന എന്ന പരിശുദ്ധ ഖുർആൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു സ്വഭാവത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ ഹസനാത്തുകൾ സ്വഭാവത്തിൽ അതിനെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ പങ്കുവച്ച എല്ലാവർക്കും ജാരിയായ സദഖയുടെ പരിപൂർണ്ണ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ മേൽനോട്ടം വഹിച്ചിട്ടുള്ളവർ അവരൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല, അള്ളാഹു അവർക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ആ ശ്രേഷ്ഠതകളെയും ബർക്കത്തിനെയും അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു നൽകുമാറാകട്ടെ. സംഭരിക്കുന്നു. അഭിമുഖരായ തങ്ങൾ കോഴിക്കോട് എത്തേണ്ടതുണ്ട്. എല്ലാവരും ഒന്ന് വഴി ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് സഹകരിക്കണം. കാര്യങ്ങളൊക്കെ പിന്നീട് ഒരു അവസരത്തിലാവേ എന്ന് അറിയിക്കുകയാണ്. തങ്ങൾ ഒരുപാട് വൈകിട്ടാണ് യാത്ര ചെയ്യുന്നത്. എല്ലാ ആളുകളും സഹകരിക്കുക.